ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ വാഴത്തോട്ടത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന കുഴികൾക്കൊക്കെ കുമ്മായി ഇട്ട് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചെയ്യണം, കാരണം മോൾ എണീറ്റാൽ പിന്നെ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ്, അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടിയാണ് കൂട്ടത്തിൽ. അപ്പോൾ ആദ്യം നമുക്ക് നീറ്റി കുമ്മായി ആക്കണം. അപ്പോൾ ഇതൊന്ന് അടുക്കളയിലെ പണി കുറച്ചൊന്ന് റെഡിയാക്കിയിട്ട് വേണം പുറത്ത് പോയിട്ട് നീറ്റികക്ക നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം, എന്നാലാണ് കുറേ നേരം എടുക്കും കുമ്മായായിട്ട് വരാൻ. അപ്പോൾ ആദ്യം അത് ചെയ്യണം, എന്നിട്ട് വേണം കുമ്മായ. അതിന് ശേഷം വേണം നമുക്ക് പറമ്പിൽ കുമ്മായം ഇട്ട് റെഡിയാക്കാൻ, കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മോർണിംഗ് തന്നെ എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നീറ്റ് കക്ക കേട്ടോ. അപ്പോൾ ഇത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞ് കുമ്മായായിട്ട് വരും. കുറച്ച് സമയം എടുക്കും. ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് സമയം ഇവിടെ വെക്കണം. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് നമ്മുടെ മണ്ണിൻ്റെ അമ്ലത കൂടിയിരിക്കുക, അതായത് അസിഡിറ്റി കൂടി. അപ്പോൾ നമുക്ക് ഈ ഒരു pH ബാലൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ഈ കുമ്മായ ഇടുന്നത് കേട്ടോ. കാരണം pH ബാലൻസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ജൈവവളം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ നമ്മുടെ വാഴയ്ക്ക് വലിച്ചെടുക്കാനും നന്നായിട്ട് വളരാനും നല്ല കൊല നൽകാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഴിയിൽ ഈ ഒരു കുമ്മായം ഇട്ട് വെക്കുക. അതൊരു ഒരാഴ്ച ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെറ്റാവും, നമ്മുടെ pH ഒക്കെ ബാലൻസ് ആവും. അതിന് ശേഷമാണ് അവിടെ നമ്മൾ വാഴങ്ങന്ന് നടുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് കുമ്മായാക്കിയാലോ. ഇത് തിളപ്പിച്ച വെള്ളമാട്ടോ ഒഴിക്കുന്നത്. നല്ല ചൂടുവെള്ളം വേണം. എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനവ് കിട്ടണം. ഞാൻ എല്ലായിടത്തും മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ മാറി നിൽക്കണം കേട്ടോ, കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പെട്ടെന്ന് ഇങ്ങനെ പുകഞ്ഞ് വരും. അപ്പം നോക്കിയാൽ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് പൊട്ട് വരുന്നുണ്ട്, പുക വരാൻ തുടങ്ങി, പുക കാണുന്നുണ്ടല്ലോ. അപ്പം അതിങ്ങനെ പൊട്ടി മുഴുവനായിട്ട് കുമ്മായായിട്ട് വരും കേട്ടോ. ഇപ്പോൾ പൊടിഞ്ഞ് കുമ്മായമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുമ്മായം ആയതിന് ശേഷം വന്നിട്ട് പിന്നെ എടുത്തതാണ്. അപ്പോൾ കറക്റ്റ് കുമ്മായമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നീറ്റുകക്കയൊക്കെ പൊടിഞ്ഞ് നല്ല കറക്റ്റ് കുമ്മായമായിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ കോരാൻ വന്നത്. അതുവരെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശരിക്കും നമ്മൾ മാസ്ക് ഇടണം കേട്ടോ, അതിൽ പൊടിയുണ്ട്. അപ്പോൾ ഞാൻ കൊച്ച് വഴക്കിടുന്നുള്ളതുകൊണ്ട് തിരക്ക് കൂട്ടി വേഗം വന്നതാണ്. അപ്പോൾ മാസ്ക് ഒന്നും എടുത്തിട്ടില്ല. മാസ്ക് ഇല്ലെങ്കിൽ അത്യാവശ്യം പൊടിയുടെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ മാസ്ക് ഇട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പറമ്പിൽ കൊണ്ടുവന്ന് കുഴികൾ ആദ്യം തന്നെ എടുത്തു വെച്ച കുഴികളിൽ നമ്മളിപ്പോൾ കുമ്മായി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് നിങ്ങൾക്ക് വാഴയൊക്കെ കാണാം, പല സമയത്ത് പല വിത്തുകളാണ് കിട്ടുന്നത്. അപ്പോൾ ചിലത് ഓൾറെഡി നമ്മൾ നേരത്തെ കുഴിയൊക്കെ എടുത്ത് വെച്ച് കുമ്മായി ഇട്ട് വെച്ച് റെഡിയാക്കിയതിനകത്ത് വാഴ വെച്ചതുകൊണ്ട് പുതിയത് ഇപ്പോൾ വെക്കുന്നത്, അങ്ങനെ പല രീതിയിലുണ്ട് കേട്ടോ.